പ്രശസ്ത ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുള്ള ഒരു പ്രശസ്തമായ ഒരു കഥയാണ് രണ്ട് മലക്കുകൾ വരെ തർക്കമാകാൻ കാരണമായ ഒരു കൊലപാതകിയുടെ ചരിത്രം. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കാലങ്ങൾക്ക് മുമ്പ് 99 വരെ വധിച്ച ഒരു അക്രമിയായ കൊലപാതകി ഉണ്ടായിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ 99 വരെ വധിച്ചതിന് ശേഷം അദ്ദേഹത്തിന് സ്വയമേ വല്ലാതെ വേവലാതിപ്പെടുകയാണ്. വേവലാതിപ്പെട്ടതിന് ശേഷം അദ്ദേഹം നേരെ ഒരു പണ്ഡിതന്റെ അടുക്കൽ പോയി ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ 99 വരെ വധിച്ചിട്ടുണ്ട്, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ നിന്ന് മാപ്പുണ്ടോ? അള്ളാഹു തആല എനിക്ക് പുറത്തു തരുമോ എന്ന്. ഇത് കേട്ട ഉടനെ ആ പണ്ഡിതൻ പറയുന്നുണ്ട്, നീ നിന്റെ ജീവിതത്തിൽ 99 വരെ വധിച്ചിട്ടുണ്ട്, ആ 99 വരെ വധിച്ച് നിനക്കാണോ മാപ്പ്? ഒരിക്കലുമില്ല, അള്ളാഹു സുബ്ഹാനഹു തആല നിനക്ക് പുറത്ത് തരില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം കേട്ടതോടുകൂടി തന്നെ അദ്ദേഹത്തിന് വല്ലാതെ ദേഷ്യം വരികയും പെട്ടെന്ന് തന്നെ ആ ഒരു പണ്ഡിതനെ വധിക്കുകയുണ്ടായി. അങ്ങനെ 99 എന്ന കണക്കിൽ നിന്ന് 100 ആ ഒരു കണക്ക് മാറുകയാണ്. ആ പണ്ഡിതനെയും വധിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും വേവലാതി ഒരുപാട് വരാൻ തുടങ്ങി. ഉടൻ തന്നെ മറ്റൊരു പണ്ഡിതന്റെ അടുക്കൽ പോയി ചോദിക്കുന്നുണ്ട്, ഞാൻ 100 പേരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വധിച്ചിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് പുറത്തു തരുമോ? അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് എനിക്ക് മാപ്പുണ്ടോ എന്ന്. ഇത് കേട്ടതോടെ ആ പണ്ഡിതൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടി, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ റഹ്മത്തിന്റെ അടുക്കൽ ഒരു വിധത്തിലുള്ള തെറ്റിനും ഒരു സ്ഥാനവുമില്ല. നിന്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അടുക്കൽ നിന്ന് നിനക്ക് മാപ്പുണ്ട്, അള്ളാഹു തആല നിനക്ക് പുറത്തു തരും എന്നൊക്കെ ആ ഒരു പണ്ഡിതൻ ആ ഒരു മനുഷ്യനോട് ഇപ്രകാരം പറയുകയുണ്ടായി. ശേഷം പറഞ്ഞു, നിന്റെ ജീവിതത്തിന്റെ ഇപ്പോൾ പോകുന്ന ഈ ഒരു രീതി, ഈ ഒരു ശൈലി നീ മാറണം, നീ നല്ലവരായിട്ട് ഒരുപാട് കൂട്ടുകൂടണം, നിന്റെ ജീവിതത്തിന്റെ സ്ഥലം തന്നെ നീ മാറണമെന്ന്. അങ്ങനെ അദ്ദേഹം ആ സ്ഥലത്ത് നിന്ന് പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല തനിക്ക് പുറത്തു തരും. 100 വരെ കൊന്നതിന് ശേഷവും 100 വരെ വധിച്ചതിന് ശേഷവും അള്ളാഹു സുബ്ഹാനഹു തആല തനിക്ക് പുറത്തു തരും, മാപ്പ് ചെയ്തു തരും എന്ന് പൂർണ്ണമായ പരിപൂർണതയുടെ ഏറ്റവും മേൽത്തട്ടിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടു കൂടി തന്നെ അദ്ദേഹം പോവുകയാണ്. പോകുന്ന ഇടയിലാണ് അള്ളാഹുവിന്റെ വിധി പ്രകാരം അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് പോലും. അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചതിന് ശേഷമാണ് അവിടെ 2 മലക്കുകൾ വരുന്നത്. ഒന്ന് അദ്ദേഹത്തിനെ നരകത്തിലോട്ട് കൊണ്ടുപോകാൻ വന്ന മലക്കുകൾ, ഒന്ന് അദ്ദേഹത്തെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാൻ വന്ന മലക്ക്. ഇവർ തമ്മിൽ തർക്കമാവുകയാണ്. അതായത് നരകത്തെ അദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുപോകാൻ വന്ന മലക്ക് പറയുന്നുണ്ട്, ഇവൻ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള നന്മ പോലും ചെയ്തിട്ടില്ല, ഇവൻ ജീവിതത്തിൽ ചെയ്തത് 100 പേരെ വധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവനെ ഞങ്ങൾക്ക് നരകത്തിലോട്ട് കൊണ്ടുപോവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിന്റെ മലക്കുകൾ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ നിന്ന് ഇവന് തീർച്ചയായും മാപ്പുണ്ട്. അത് മാത്രമല്ല, ഇവൻ നല്ലൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവനെ സ്വർഗത്തിലോട്ടും കൊണ്ടുപോകണമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ 2 മലക്കുകൾ തർക്കമാവുകയാണ്. ഉടൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തീരുമാന പ്രകാരം വേറൊരു മലക്കിനെ അല്ലാഹു തആല ആ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം വരാൻ വേണ്ടിയിട്ട് വേറൊരു മലക്കിനെ അവർക്കിടയിൽ പറഞ്ഞു വിടുകയാണ്. ആ മലക്ക് വന്നതിന് ശേഷം പറയുന്നു, ഇവൻ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവൻ ആഗ്രഹിച്ച സ്ഥലത്തേക്കാണോ കൂടുതൽ ദൂരം, അതോ അവൻ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ഇവിടേക്കാണോ കൂടുതൽ ദൂരമെന്ന് നിങ്ങൾ അളന്നു നോക്കുക എന്ന്. അളന്നു നോക്കിയതിന് ശേഷമാണ് മനസ്സിലാകുന്നത് അദ്ദേഹം ആഗ്രഹിച്ച ആ ഒരു ഗ്രാമത്തിന്റെ അരികിലായിട്ട്, ആ ഒരു ഗ്രാമത്തിന്റെ അടുത്തായിട്ടാണ് അദ്ദേഹം കിടക്കുന്നത് പോലും. അങ്ങനെ ആ ഒരു മലക്കുകളുടെ തർക്കം അവിടെ അവസാനിക്കുകയും തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. ഈ ഒരു ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, എത്ര വലിയ തെറ്റ് ചെയ്താലും അള്ളാഹിന്റെ അടുക്കൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും മാപ്പുണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഉറപ്പായിട്ടും പുറത്തു തരും എന്നത്. നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് ചെയ്താൽ പോലും അള്ളാഹിന്റെ റഹ്മത്തിന്റെ അടുക്കൽ, അള്ളാഹിന്റെ റഹ്മത്തിന്റെ അളവിന്റെ അടുക്കൽ പോലും ആ ഒരു തെറ്റിന് ഒരിക്കലും സ്ഥാനമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഇതുപോലുള്ള ഒരുപാട് അറിവുകൾ അറിയാനും അതിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.